വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഒരു എക്സ്പെരിമെൻ്റായിട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു പാർട്ട് 1 ആയിട്ട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി സെക്കൻഡ് പാർട്ടായിട്ടാണ് ആ ഒരു എക്സ്പെരിമെൻ്റ് കാണിക്കാനായി പോകുന്നത്. ഓക്കെ, ഒരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറും ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കും കൂടെ ചേർന്നതാണ് ഒരു ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫേസ് ഷിഫ്റ്റിന് യൂസ് ചെയ്തേക്കുന്നത് റെസിസ്റ്റർ കപ്പാസിറ്റർ നെറ്റ്വർക്ക് ആയതുകൊണ്ടാണ് ഇതിനെ ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓസിലേറ്റർ എന്ന് പറയാം. ഓസിലേറ്ററിന് നമ്മൾ പ്രത്യേകിച്ച് ഇൻപുട്ട് സിഗ്നലൊന്നും കൊടുക്കുന്നില്ല. ഒരു വി സി സി, ഒരു ഡി സി വോൾട്ടേജാണ് നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്ററിന് കൊടുക്കുന്നത്. ആ ഡി സി സിഗ്നലിൽ നിന്നുള്ള സെലക്റ്റഡ് നോയ്സ് സിഗ്നൽസിനെ സെലക്റ്റഡ് ഫ്രീക്വൻസിയിലുള്ള നോയ്സ് സിഗ്നലിനെ ഈ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. ഓക്കെ, ഈ ഒരു ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ട് ഈ ട്രാൻസിസ്റ്റർ തരുന്നത് ഒരു എ സി സിഗ്നലായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. ഇതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് ഈ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കോമൺ എമിറ്റർ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് സർക്യൂട്ട് ഉള്ളത് എങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റുള്ള ഒരു സിഗ്നലായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ ഒരു ആംപ്ലിഫയറിനെ ഓസിലേറ്ററായിട്ട് വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്താണ് ആ ക്രൈറ്റീരിയാസ് എന്ന് നോക്കാം. ഓസിലേഷൻ നമുക്ക് സസ്റ്റെയിൻഡ് ആയിട്ടുള്ളൊരു ഓസിലേഷൻ ആണെങ്കിൽ, കാരണം ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും കോൺസ്റ്റൻ്റായി വരുന്നൊരു സസ്റ്റെയിൻഡ് ഓസിലേഷനാണ് വരുന്നതെങ്കിൽ നമുക്ക് ബാർഖൗസൻ ക്രൈറ്റീരിയ എന്താണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഒരു സസ്റ്റെയിൻഡ് ഓസിലേഷൻ കിട്ടുക. അപ്പോൾ അതിനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എ ബീറ്റ ഈക്വൽ ടു 1 ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി എന്താണ് എയും ബീറ്റയും എന്ന് പറഞ്ഞാൽ, എ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ ഗെയിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആംപ്ലിഫയറിൻ്റെ ഗെയിനാണ് എ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കുറച്ച് പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നത്. ആ ഫീഡ്ബാക്ക് ഫാക്ടറിനെയാണ് ബീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റയാണ്. ആംപ്ലിഫയർ ഗെയിനും ഫീഡ്ബാക്ക് ഫാക്ടറും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കണം. ആംപ്ലിഫയർ ഗെയിനിനെ നമുക്ക് വി ഔട്ട് ബൈ വി ഇൻ എന്ന് എഴുതാം. ഓക്കെ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് എന്തെന്ന് പറയുന്നത്, ഗെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇത് ഒരു ഓസിലേറ്ററാണ്. അപ്പോൾ ഈ ഒരു ഓസിലേറ്ററിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഒരു ആംപ്ലിഫയർ സർക്യൂട്ടും ഒരു ആർ സി ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കും കൂടി ചേർന്നിട്ടാണ് ഇതിനെ ഒരു ഓസിലേറ്റർ എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ആംപ്ലിഫയർ ആർ സി ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഉണ്ടാക്കിയിരിക്കുക. അപ്പം ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറും, ബാക്കിയുള്ള പോർഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു റെസിസ്റ്റർ കപ്പാസിറ്റർ വരുന്ന ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കുമാണ്. അപ്പോൾ നമുക്ക് എയും ബീറ്റയും എന്താണെന്ന് മനസ്സിലായി. എ ബീറ്റ 1 ആകണം നമുക്ക് ഓസിലേഷൻ, സസ്റ്റെയിൻഡ് ഒരു ഓസിലേഷൻ കിട്ടണമെങ്കിൽ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം കൊടുക്കേണ്ടത്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നാൽ മാത്രമേ ഇത് നമുക്ക് ഒരു സസ്റ്റെയിൻഡ് ഓസിലേഷൻ തരാനായിട്ട് ഈ ഒരു സർക്യൂട്ടിന് പറ്റത്തുള്ളൂ. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഔട്ട്പുട്ടിനെ ഒരു ഫീഡ്ബാക്കായിട്ട് ഇൻപുട്ടിന് കൊടുക്കുന്ന സമയത്ത് ഫേസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ഓർ 360 ഡിഗ്രി എന്ന് നമ്മൾ പറയും. ഫേസ് ഷിഫ്റ്റ് 0 ഓർ 360 ഡിഗ്രി ആണെങ്കിലാണ് അതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. സോ
പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആയത് കാരണം ഓൾറെഡി ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുന്ന ഒരു സിഗ്നലാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന സിഗ്നലിൻ്റെ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, RC നെറ്റ്വർക്കിലൂടെ കടത്തിവിടുന്നു. ഇവിടെ 3 RC നെറ്റ്വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ RC നെറ്റ്വർക്കിലൂടെ കടന്നു പോകുമ്പോഴും 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും ആ സിഗ്നലിന് ഉണ്ടാവുക. സോ 3 RC നെറ്റ്വർക്കിലൂടെ കടന്നു പോകുമ്പോൾ ടോട്ടൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഈ സിഗ്നലിന് ഉണ്ടാവുന്നു. ഓൾറെഡി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരുന്നു, പ്ലസ് ഈ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും കൂടി ആകുമ്പോൾ ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുന്നു. ഈ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവ് ഫീഡ്ബാക്കിന് ആയിട്ടുള്ള രീതിയിലായിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഈ ഒരു ഫീഡ്ബാക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ A beta is equal to 1 ആയിരിക്കണം, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം. ദാറ്റ് മീൻസ് അവിടെ ഫേസ് ഷിഫ്റ്റ് 0 ഓർ 360 ഡിഗ്രി ആയിരിക്കണം. ആ ഒരു 180 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്യാനാണ് നമ്മൾ 3 RC നെറ്റ്വർക്ക് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മളൊരു BC107 ട്രാൻസിസ്റ്ററാണ് ഇവിടെ ഒരു ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഗെയിൻ 29 ആണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഫാക്ടർ എന്ത് വരണം, 1/29 വരണം. എന്നാൽ മാത്രമേ A beta നമുക്ക് 29 × 1/29 ചെയ്യുമ്പോൾ 1 എന്ന് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്ററിന് അനുസരിച്ച് ഗെയിനിൽ വ്യത്യാസം ഉണ്ടാവും. HFEയും കൂടി റിലേറ്റ് ചെയ്താണ് അതിൻ്റെ ഒരു ഗെയിൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ അതിന് ഓസിലേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. A beta = 1 ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം. സോ നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഈ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ഓസിലേറ്റർ എന്ന് പറയാം. അതായത് ഓഡിയോ ഫ്രീക്വൻസി ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത്. നമുക്ക് ഓഡിയോ ഫ്രീക്വൻസി നമ്മൾ ബേസിക്കലി പറയുമ്പോൾ 20 Hz to 20 kHz എന്ന് പറയത്തില്ലേ, ഓഡിബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ആ ഒരു 20 kHz റേഞ്ചിലുള്ള ഹെർട്സ് ടു 20 kHz മീൻസ് kHz റേഞ്ചിലുള്ള ഒരു സിഗ്നലായിരിക്കും നമുക്ക് RC ഫേസ് ഷിഫ്റ്റിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ ഒരു ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫ്രീക്വൻസി നമുക്ക് 1/2π RC × √4 വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഡിറ്റർമൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇത്രയുമാണ് RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കിനെ കുറിച്ചും ആ ഒരു ഓസിലേറ്ററിനെ കുറിച്ചും പറയാനുള്ളത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഇത്രയും പോർഷനായിരിക്കും എന്താണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആയിട്ട് വരുന്നത്. ഈ ട്രാൻസിസ്റ്ററും ഈ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട്സ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള RC കപ്പിൾഡ് ആംപ്ലിഫയറും ബാക്കി RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക്. നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ആണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ബേസിലേക്ക് പോകുന്ന വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് യൂസ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഒരു RC എന്ന് പറഞ്ഞ റെസിസ്റ്റർ ഉണ്ട്. കളക്ടറിലേക്കുള്ള കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനാണ് ആ ഒരു റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് RE എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ എമിറ്ററിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കപ്ലിംഗ് കപ്പാസിറ്റർ ഔട്ട്പുട്ടിൽ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി R1 C1 അങ്ങനെ R2 C2 R3 C3 എന്ന് പറഞ്ഞിട്ട് 3 RC നെറ്റ്വർക്കും കൂടി കാണാൻ പറ്റുന്നുണ്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കാനായി. ഓക്കെ, അപ്പം ഇതാണ് RC ഫേസ് ഷിഫ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ഡിസൈനിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഇത് ഓവറാളായിട്ടുള്ള ഒരു ജസ്റ്റ് കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ബയാസിങ് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ബയാസിങ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് പ്രോപ്പർ ആണെങ്കിലാണ് നമുക്ക് പറയുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. സോ ബയാസിങ് കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ VC എന്ന് പറഞ്ഞാൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ്, VCC എന്ന് പറഞ്ഞാൽ 12 വോൾട്ടാണ്. നമ്മൾ കൊടുത്തേക്കുന്ന DC ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 12 വോൾട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു കളക്ടറിൽ ഒരു റെസിസ്റ്റർ ഇട്ടിട്ടുണ്ടല്ലോ, ഈ കളക്ടർ റെസിസ്റ്ററിൽ ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്ര ആയിരിക്കണമെന്നാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആ ഒരു ഡിസൈൻ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ കളക്ടറിൽ ഇട്ടേക്കുന്ന ആ ഒരു റെസിസ്റ്ററിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 40% ഓഫ് VCC ആയിരിക്കണം.
അതായത് നമ്മൾ കൊടുത്തേക്കുന്ന ഇൻപുട്ട് ഡി സിയുടെ 40% ആണ് ആ ഒരു റെസിസ്റ്ററിന് അക്രോസ് വരേണ്ടത്. അപ്പോൾ 40% ഇൻറ്റു 12 വോൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 വോൾട്ടാണ് കിട്ടുന്നത്. നമ്മൾ കണക്ഷൻ കഴിഞ്ഞതിന് ശേഷം മൾട്ടിമീറ്റർ എടുത്ത് ഈ ഒരു കളക്ടർ റെസിസ്റ്ററിൽ വെച്ചാൽ നമുക്ക് 4 വോൾട്ട് അവിടെ കാണിക്കണം. ഇനി അതുപോലെ RE ഈ എമിറ്റർ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണെന്ന് നോക്കണം. നമുക്കത് എങ്ങനെയാണ് പറയുന്നത്? എമിറ്റർ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 10% ഓഫ് VCC എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള VCCയുടെ 12 വോൾട്ടിൻ്റെ 10% ആണ് ആ ഒരു എമിറ്റർ റെസിസ്റ്ററിൽ വരേണ്ട വോൾട്ടേജ്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.2 വോൾട്ടാണ് കിട്ടുന്നത്. ഇനി കളക്ടറിനും എമിറ്ററിനും അക്രോസ് നമ്മളൊരു മൾട്ടിമീറ്റർ വെച്ച് നോക്കുവാണെങ്കിൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു ബയാസിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കിട്ടുന്നത്? VCE എന്ന് പറഞ്ഞാൽ 50% ഓഫ് VCC ആയിരിക്കും. അതായത് VCCയുടെ പകുതിയായിരിക്കും ആ VCEയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്, കളക്ടർ എമിറ്റർ വോൾട്ടേജ്. അപ്പോൾ 50% ഓഫ് 12 വോൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 വോൾട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുന്നേ മീൻസ് നമ്മൾ ഏകദേശം ആ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ആ ഒരു പോർഷൻ കണക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഈ പറഞ്ഞ റെസിസ്റ്ററിന് അക്രോസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള ഒരു വോൾട്ടേജാണ് കിട്ടുന്നെങ്കിലാണ് ഇത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു ബയാസിങ് ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുക. എന്നാൽ മാത്രമേ അത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യാനും അതുവഴി ഓസിലേഷൻ കിട്ടാനും പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മൾ ഈ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന് അടുത്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിൻ്റെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ എക്സ്പെരിമെൻറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഒരു ഓസിലേറ്ററായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.